അവരുണ്ടെങ്കിൽ ഈ റൂം ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണ്. അവനെ കളിയാക്കിയുടെ നീ അവൻ്റെ ഇത് കണ്ടായിരുന്നു, നീ അവനെ കണ്ടതെന്ന് പറഞ്ഞ് കളിയാക്കി കുറേ പേര് ഞാൻ ചുമ്മാ പറയുന്നില്ല. ദാറ്റ് വോണ്ട് ബി നൈസ്. ബട്ട് എവറി ടീം ഹാസ് ദെയർ ഓൺ 2 or 3 ഇൻഡിവിജ്വൽസ് ഹൂ ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ അറ്റ്മോസ്ഫിയർ ഇൻ ദ ടീം. അത് കോച്ചസിന് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അവർ. ഗ്രൗണ്ടിൽ ചെയ്യുന്നതോ ഗ്രൗണ്ടിനെ പുറത്ത് ഇങ്ങനെ ഈ ജോവിയൽ ക്യാരക്ടറാവും, തമാശയും ചിരിയും കളിയും പറഞ്ഞ് ടീമിനെയൊക്കെ ഫുള്ള്, അത് ഭയങ്കര ഒരു ടീം എൻവയറമെൻറ്റിന് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ is the most important quality you should have, and more than that, before becoming a leader you should understand yourself first. I do meet them in every IPL season. We do play, we do talk, everything, but coming to an Indian team after 5 years, it was like again a debut for me. I made my debut 20 or 19 debut, that is 24 years. After 5 years I made a comeback. ഞാൻ കുറേ റീൽസും കണ്ടിരുന്നു സഞ്ജു, അതിന് ഭയങ്കര രസമാണ്. ഒന്ന് സഞ്ജുവിനെ കളിയാക്കി ചിരിക്കുന്നത്, എനിക്കൊന്ന് ആരാണെന്ന്, ഇഷാനാണോ ആരോ കളിയാക്കി സഞ്ജു ഇങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്ന റീല്. പിന്നെ കുറേ റീൽസ് ഞാൻ കണ്ടു മറ്റുള്ളവരെ മലയാളം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ സ്ഥിരം പരിപാടീസ് ആണല്ലേ, ഈ എല്ലാരെയും കൊണ്ട് മലയാളം പറയിപ്പിക്കുക. മലയാളം എല്ലാ ഇന്ത്യൻ ടീമിൽ ഒരു ഒരു ഗുമ്മാണ് ഒരു മലയാളി എന്ന് പറഞ്ഞാൽ. ഒരു മല്ലു സംഭവമാണ്. കാരണം അത്രയും പാഷനേറ്റായിട്ടുള്ള ഒരാൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ വരുമ്പോഴും ട്രിവാൻഡ്രത്ത് കൊച്ചിയിലെ കളി നടക്കുമ്പോൾ ആ ഒരു ആൾക്കാർ ഒരു എനർജി ഭയങ്കരമാണല്ലോ. അപ്പോൾ അത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വൈബ്, ഇറ്റ്സ് എൻ എനർജി വിച്ച് ക്യാൻ ബി ഫെൽറ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇൻ ദാറ്റ് ഗ്രൗണ്ട്. സോ ദേ വാല്യൂ അവർ ഫാൻസ് ആൻഡ് ദേ ഫീൽ ദാറ്റ് വി ആർ വെരി എഡ്യൂക്കേറ്റഡ് ഫാൻസ്. നമുക്ക് അറിയാം, എപ്പോൾ കളി അറിയാം, നമ്മൾ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യും, മറ്റേ ടീം നന്നായിട്ട് കളിച്ച് അവരെയും സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു വാല്യൂ പോണ ഒരു ടീമായിട്ട് അങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ ആ കൾച്ചറിൽ നിന്ന് വരുന്ന ഒരാളാകുമ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പിന്നെ മലയാളം സിനിമാസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ ടീമിൽ മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒരു ചർച്ചയാണ്. നീ സിനിമ കണ്ടോ, നീ ഈ സിനിമ കണ്ടോ, നീ അത് സഞ്ജു വേറെ ഏതൊക്കെ സിനിമ നല്ലതാണ് ഇപ്പോൾ മലയാളത്തിൽ, ഞങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത്, നീ വാട്സാപ്പ് ചെയ്ത്, നീ അത് ചെയ്ത് ചെയ്യുന്നു. എല്ലാവർക്കും മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം ഇവിടെ എല്ലാം ഭയങ്കര റിയലാണല്ലോ. നമ്മളെല്ലാവരും ആ ഒരു സിംപ്ലിസിറ്റിയിലും ആ പവർഫുൾ ക്രിയേറ്റിവിറ്റിയും അങ്ങനത്തെ ഇൻഡിവിജ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അവർ ആ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില പേർക്കൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വരെ താല്പര്യമുണ്ട്. യൂസി ചഹൽ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ ടീമിൽ 6 ആൾക്കാർ. പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളം സിനിമയിൽ എന്താ ഉണ്ട്, ഞാൻ ഉറപ്പായിട്ട് പിന്നെ ചഹലിനെ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നീ എന്നാൽ ഒരു ഓഡിഷൻ ചെയ്യും, നമുക്ക് റീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കീലേരി ചഹൽ ഉണ്ടായത്. അങ്ങനത്തെ ഒരു റീൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇറക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉറപ്പായിട്ടും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ലൈക്ക് ഭയങ്കര വലിയൊരു ലെസണാണ്. സീരിയസ് ആയിരിക്കണം, പക്ഷേ യു ഹാവ് ടു ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഫൺ. അപ്പോൾ ആ ഫണ്ണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ റീലുണ്ടാക്കി, തമാശ പറഞ്ഞ് കഴിക്കാൻ പോയി, അവനെ കളിയാക്കി കൂടെ ഇരുന്ന് ഇങ്ങനെ. അപ്പോൾ ഫണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ സ്ക്രീനിൽ അങ്ങനെ ഒന്നും കാണാറില്ല. സ്ക്രീനിൽ കാണുമ്പോൾ സഞ്ജു ഭയങ്കര സീരിയസ് ആണ് അങ്ങനെയാണ്. ഇല്ല, എനിക്ക് അറ്റ സൈഡ് ഭയങ്കര അങ്ങേയറ്റം ഉണ്ട്. ഇതിൽ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ആരാണ്? ഈ ഫൺ കോഷ്യന്റ് നിങ്ങൾ എല്ലാവരും കൂടി ഒരാളുടെ പുറകെ തൂങ്ങല്ലോ ദിവസേന എല്ലാ ടീമിലും ഒരു 1-2 ആൾക്കാർ കാണും. ആ ടീം പഞ്ചിങ് ബാഗ് ഉറപ്പായിട്ടും കാണും ആ ടീം. പക്ഷെ ഏറ്റവും കൂടുതൽ വാല്യൂ അവർക്കാണ്. അവരില്ലെങ്കിൽ ഈ റൂം ഭയങ്കര ഡള്ളായിരിക്കും. അവരുണ്ടെങ്കിൽ ഈ റൂം ഭയങ്കര ഫുൾ ഓഫ് എനർജിയാണ്. അവനെ കളിയാക്കിയുടെ നീ അവൻ്റെ ഇത് കണ്ടായിരുന്നു, നീ അവനെ കണ്ടതെന്ന് പറഞ്ഞ് കളിയാക്കി കുറേ പേര് ഞാൻ ചുമ്മാ പറയുന്നില്ല. ദാറ്റ് വോണ്ട് ബി നൈസ്. ബട്ട് എവറി ടീം ഹാസ് ദെയർ ഓൺ 2 or 3 ഇൻഡിവിജ്വൽസ് ഹൂ ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ അറ്റ്മോസ്ഫിയർ ഇൻ ദ ടീം. അത് കോച്ചസിന് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അവർ. ഗ്രൗണ്ടിൽ ചെയ്യുന്നതോ ഗ്രൗണ്ടിനെ പുറത്ത് ഇങ്ങനെ ഈ ജോവിയൽ ക്യാരക്ടറാവും, തമാശയും ചിരിയും കളിയും പറഞ്ഞ് ടീമിനെയൊക്കെ ഫുള്ള്, അത് ഭയങ്കര ഒരു ടീം എൻവയറമെൻറ്റിന് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ടീമിനകത്ത് ഈ സൂപ്പർ സ്റ്റാർസ് ഉണ്ടല്ലോ, നമ്മളെ കോഹ്ലിയെ പോലെ സ്റ്റാർഡം എന്ന് വെച്ചാൽ വേറൊരു ലെവലിലുള്ള സ്റ്റാർഡാണ്. അവരൊക്കെ വരുമ്പോൾ ഹൗ ഡു യു ഗൈസ് റെസ്പോണ്ട് ടു ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റാർഡം? Kohli, Dhoni, all of these guys are of a different cult altogether. Appo enganeyanu ningade reaction? How is that relationship? Yeah, that relationship to start with, it's a bit different actually. So all that idle image and everything which you have created in your own mind when you see them on the TV and then whatever it is. But when you meet them directly and you have that conversation, avada adellam തീർന്നു. They are just another individual എന്ന് തോന്നും. ബിക്കോസ് ആ ഒരു ഗ്രേറ്റ്നെസ് ഉള്ളതുകൊണ്ട് ദേ ഓൾസോ നോ ടു കം ഡൗൺ ആൻഡ് മിങ്കിൾ വിത്ത് എ യങ്സ്റ്റർ.
to talk to the youngster, how to make him comfortable. So after some time you feel very comfortable talking to them also at times. Okay. So മായി ഭായും വിരാട് ഭായും രോഹിത് ഭായ് ഇവരൊക്കെ നമുക്ക് തോന്നുമ്പോൾ അയ്യോ സംഭവമാണ്. പക്ഷേ നമ്മൾ അടുത്ത് പോയിട്ട് അവർ സംസാരിച്ച് ഒരു മാച്ച് കളിച്ച് ഒരു പ്രാക്ടീസിൻ്റെ കൂടെയൊക്കെ പോയാൽ അപ്പോൾ നമ്മളെല്ലാം നോർമലാവും. അപ്പോൾ അവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. ഒരു ടീം ആകുമ്പോൾ അവരങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ വിരാട് ഭായ് വന്നപ്പോൾ സച്ചിൻ സാറിനെ അങ്ങനെ കണ്ടു കാണും. അപ്പോൾ സച്ചിൻ സാർ മൈറ്റ് ഹാവ് മേഡ് ഹിസ് life easier by coming and talking to him and saying a hi. So he is applying the same idea when a youngster comes in. So any experience that you can share, സഞ്ജു തുടക്കത്തിൽ അങ്ങനെ ഒരു ഐഡലിനെ കണ്ടിട്ട്? എനിക്ക് രോഹിത് ഭായ് ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. ഞാൻ ന്യൂസിലാൻഡ് ടൂറിൽ പോയായിരുന്നു. ആഫ്റ്റർ 5 years I made a comeback to the Indian team. Yes. So like I do meet them in every IPL season. We do play, we do talk, everything. But coming to an Indian team, after 5 years, it was like again a debut for me. I made my debut 20 or 19 debut. That is 24 years. After 5 years, I made a comeback. Right. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഡിഫറെൻറ്റ് വീടാണ്, ഡിഫറെൻറ്റ് ഫാമിലി, ഡിഫറെൻറ്റ് ഡഗൗട്ടാണ്, അങ്ങനെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞൂടാ. ബട്ട് ഐ ഫീൽ ദ ഫസ്റ്റ് ഓർ ദ സെക്കൻഡ് പേഴ്സൺ ഹു കേം ആൻഡ് ടോക്ക് ടു മീ വാസ് रोहित भाई. हाँ रोहित, हाँ संजू क्या हाल है, ठीक है ना, हाँ तू IPL में तू बहुत अच्छा किया, तू मुंबई इंडियंस के साथ बहुत छक्के मारता है, तू ये वो है, तू अच्छा बैटिंग कर रहा है, ये कर रहा है, वो कर रहा है. यू लाइक देयर वाज अ ग्रेट सपोर्ट फ्रॉम हिम. सो आई वाज सिटिंग अलोन इन माय रूम इन न्यूजीलैंड एंड थिंकिंग व्हाट टू डू फॉर अ डिनर. एंड I didn't expect anything. Suddenly a call comes from रोहित भाई, चल संजू डिनर चलते हैं. So he suddenly took me to a dinner. I said, हाँ चल डिनर चलते हैं. And then with him I think all the youngsters are there of my age actually. He is the only guy a bit senior and everyone is of my age. So he loves spending lot of time with lot of young people in the team. So he took us for dinner and he was like, कल संजू छक्के मारना, ये करना, वो करना. So yeah, that made my life much easier actually. Yeah. You know, that is true leadership. You are a leader yourself. You are the captain of Rajasthan Royals. അപ്പോൾ what in your opinion is true leadership? And ഒരു leadership ഒരു ലീഡറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എന്തായിരിക്കണം? Understanding people is the most important quality you should have. And more than that, before becoming a leader, you should understand yourself first. You should understand what is your strength, what is your weakness, like how can you make an impact on other people's mindset. And you need to know when to step in, when not to step in, when to talk, when not to talk, how to use your tone, how to use your body language. There are lots and lots of things which you can have as a leader of the team. So I have been very fortunate to learn all these skills from my past leaders. Like being a part of Rajasthan Royals, right from the starting I've had great interactions with Shane Warne, who was the first captain of RR. Then Rahul Dravid, I played with him for 3-4 years. Then Shane Watson, Ajinkya Rahane, Steve Smith, and Mai Bhai, Virat Bhai, Rohit Bhai. So you tend to get a understanding that what does a leader need. And after all that, you mix it with your own strengths and weaknesses. Yeah. So according to me, I think it's very important to understand a person by being in their own shoe. Like I have already experienced a lot of captains actually. So I've said, no, I don't want this type of captaincy. I want this type of captaincy. So like sometimes it's very important to like തോളിൽ കൈ ഇട്ടിട്ട് ആ മോൻ എന്തുണ്ട്, നീ നന്നായി കളിക്കും, കുഴപ്പമില്ല, 2 മാച്ച് ഔട്ടായാലും കുഴപ്പമില്ല, ഐ തിങ്ക് ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ യു, നീ പോയി കളിക്കുക എന്നുള്ളൊരു ഫീൽ അങ്ങനെ സംസാരിക്കാം. ചില സമയത്ത് യു വിൽ മൈറ്റ് ഹാവ് അതേ വ്യക്തിയോട് വേറെ രീതിയിൽ സംസാരിക്കും. ചില സമയത്ത് ചിലപ്പോൾ വേറെ ആളുടെ അടുത്ത് ഗോയിങ് ത്രൂ ദ സെയിം ഫേസ് യു മൈറ്റ് ഹാവ് ടു ഗിവ് സം ഹാർഡ് ലാംഗ്വേജ് വിത്ത് ഹിം. സോ ദാറ്റ്സ് ഓൾ man management skill. So in that, if you are good in that, then I think captaining a team is can get a bit easier. ഫെയിം, സക്സസ്, മണി, ഈ 3 സാധനങ്ങൾ ഭയങ്കര ഒരു ലഹരിയാണ് അല്ലേ? ഹൗ ഹാസ് യുവർ റിലേഷൻഷിപ്പ് ചേഞ്ച് വിത്ത് ഓൾ ഓഫ് ദിസ്, ഇത് ജീവിതത്തിൽ വന്നതിന് ശേഷം? ആൻഡ് ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ? ഹൗ ഡു യു ബാലൻസ് ഇറ്റ് ഇൻ യുവർ ലൈഫ്? ഫെയിം, okay, success and money, all 3 things I feel I really wanted in my life when I was young. So I have always felt that yes, I have to be there. I was not there. We in a different family background. We wanted to be there, and I am there at the moment. I feel that yes, I am happy and I am grateful for whatever I am, and I try to be really grateful for it.
Like I don't feel like that this can destroy me, or I have to be careful about all these things, or I can't get addicted to fame, money, and whatever it is. I think there is also a good perspective towards it. I think if you feel this is helping you, if you feel that this can help you to help the society back or give it back to the community, then I think there is always a great way of using it also. So I love to have all those things, and even waiting to have more of it, where I can use all these things to other things which can make me even more happier. പെർഫെക്റ്റ്. അപ്പോൾ സഞ്ജു എന്ന ക്രിക്കറ്റിൻ്റെ കൂടെ ഒരു ചെറിയ ഗെയിം കളിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോയിൽ ഒരു ചെറിയ ഗെയിം ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഐ ആം ഗെയിം. ഇറ്റ്സ് ഡിസൈൻ ബൈ മൈ ഫ്രണ്ട് വെനസ. ആൻഡ് ഇതിനകത്ത് കുറച്ച് കാർഡ്സ് ഉണ്ട്. യു ഹാവ് ടു ചൂസ് എ കാർഡ്, ആൻഡ് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റോ തോട്ടോ അനക്ഡോട്ടോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, എത്ര ഇൻറ്റ്യൂട്ടീവ് ആണെന്ന് നോക്കുക. ഒന്നും ആലോചിക്കാതെ ഒരു കാർഡ് എടുത്തു. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഐ മീൻ സീരിയസ്ലി. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഡിഡ് യു ഹാവ് ടു ആസ്ക് സീരിയസ്ലി? ദ സെയിം തിങ് വിച്ച് യു സെഡ്. മറ്റേ റീലൊക്കെ ഉണ്ടാക്കി ഞാൻ മീറ്റിംഗിൽ നിന്ന് മാറി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ടീമിൽ ഇൻക്ലൂഡില്ല. അപ്പോൾ ഐ ഹാഡ് ദ സെയിം ഇംപ്രഷൻ. ഇത് സീരിയസ്ലി തന്നെയാണോ? ഓക്കെ, ഫൈൻഡ് യുവർ ബാലൻസ്. ഞാനൊരു ഇൻസ്റ്റൻസ് ഓർ ആൻ ഇൻസിഡൻറ്റ് വേർ എനിക്ക് കോൺഷ്യസ്ലി എനിക്കിപ്പോൾ ഒരു ബാലൻസ് കണ്ടുപിടിക്കണം ഇൻ ദിസ് ഏരിയ. ഇവിടെ എനിക്ക് ഒരു ഇംബാലൻസ് തോന്നുന്നുണ്ട്. ദിസ് ഈസ് ഹൗ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. അത് ഫ്രണ്ട്ഷിപ്സ് ആവാം, റിലേഷൻഷിപ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഐ മീൻ വിച്ച് എവർ ഏരിയ, ഓർ ഈവൻ യുവർ കരിയർ, ഓർ ഈവൻ ഫിറ്റ്നസ് ഫോർ ദാറ്റ് മാറ്റർ. എല്ലാ സൈഡിലും ഒരു സമയം വരും. ഓക്കെ, യു നീഡ് ടു സോർട്ട് ദിസ് ഔട്ട് ഓർ ഫൈൻഡ് യുവർ ബാലൻസ്. ക്രിക്കറ്റിൽ, ലൈഫിൽ, പേഴ്സണൽ റിലേഷൻഷിപ്പിൽ, ഡയറ്റിൽ, ട്രെയിനിങ്ങിൽ, എല്ലായിടത്തും ആ ഒരു സ്റ്റേജ് വരും. ഓക്കെ സഞ്ജു, ഐ തിങ്ക് യു നീഡ് ടു ഫൈൻഡ് യുവർ ബാലൻസ്. എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മാസം ഒരു 2 മാസം ആകുമ്പോൾ എനിക്കൊരു റെഡ് ഫ്ലാഗ് ഉണ്ടാവും. ഈ സംഭവം നോക്കിയോ, ഈ ഒരു ഏരിയ നോക്കണം. ആൻഡ് അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫിറ്റ്നസിൻ്റെ കാര്യമായിരിക്കും അല്ലേ? പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന, ഏറ്റവും എളുപ്പത്തിൽ വിട്ടുപോകുന്നത് ഫിറ്റ്നസ്സാണ്. ഫിറ്റ്നസ് ഇത്രയും വർഷം ഒരു കരിയർ ഉണ്ടാകുമ്പോൾ അതൊരു ലൈഫ് സ്റ്റൈലായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും അതിൽ ഏറ്റവും കുറവേ പോയിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ കൂടുതൽ ഫ്ലാഗ് പോകുന്നതെന്ന് വെച്ചാൽ, റെഡ് ഫ്ലാഗ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്പേസിലാണ്, ഒരു മൈൻഡ് സെറ്റിലാണ്. നമ്മൾ ചിലപ്പോൾ വി ഗെറ്റ് എ ബിറ്റ് ടു ഡെസ്പറേറ്റ് ടു അച്ചീവ് സംതിങ്, വി ഗെറ്റ് എ ബിറ്റ് ടു ഓവർ ആങ്ഷ്യസ് ആക്ച്വലി. ദാറ്റ് ടൈം ഐ സേ ഓക്കെ, സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ബി റിലാക്സ്ഡ് എ ബിറ്റ്, ഹാവ് ദാറ്റ് ബാലൻസ്, ഷുഡ് ബി ഫൈൻ. ആ ഒരു സംഭവം. ഫിറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വാക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഫോം. പലപ്പോഴും പ്ലേയേഴ്സിൻ്റെ ഫോം എന്ന് പറഞ്ഞ കാര്യം പറയാറുണ്ട്. എനിക്കത് കോൺക്രീറ്റ് ആയിട്ട് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇസ് ഇറ്റ് എൻ ഇൻ്റർപ്ലേ ഓഫ് luck? Is it an interplay of fitness? Is it an interplay of opportunities? For you, what does form mean? Or is it, ഇപ്പോൾ പലപ്പോഴും ഉപയോഗിച്ച വാക്കാണ് മൈൻഡ് സെറ്റ്, or is form to do with mindset? എന്താണ് ശരിക്കും? I think for me it is എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. I think it starts with your thoughts, which is mindset, and then your actions, the way you train, the way you practice, and then it's about believing also. So all these things combine, and then a form comes. So I think for me it has never come suddenly, okay naale ezhunettu po Sanju formilanu. So before reaching that state of form, there has been lots and lots of work which has been happening off the ground or back to screen. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോഴാണ് ആ ഒരു ഫോമിലോട്ട് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ സഞ്ജുവിനോട് പറഞ്ഞു ഒരു 3 എണ്ണം കൂടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരെണ്ണം കൂടി മാത്രം. It's not about that actually. It's not about that actually. It's not about that actually. എന്താപ്പത്? ഇത് വായിക്കുമ്പോൾ മനസ്സിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് എന്തെങ്കിലും വരും? It's not about that actually. വേറെ കാർഡ് വേണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ കളി എനിക്ക് അങ്ങനെ സൂട്ട് ആവുന്നില്ല. കളി സൂട്ട് ആവുന്നില്ല. വേറെ കളി വല്ലതും ഉണ്ട്? വല്ല അപ്പൻ ചുട്ടുമല്ലോ, ഇങ്ങനെ മറ്റേ കൈ അടിച്ച് വല്ല കളിച്ചാലോ. നമുക്ക് ഓഡ് ഈവൻ കളിക്കാം. ഓഡ് ഈവൻ കളിച്ച് ഞാൻ തോറ്റായി കളി നിർത്താം. ഓഡ് ഓർ ഈവൻ. ശരി, ഓക്കെ. ഓഡ് ഓർ ഈവൻ.
Even? 1, 2, 3. Even. You win, so we stop this. बस यार. I never had a show like that. Thank you. Sanju, card game motto matliya manasilayi. If you want to defeat him, this is the one. Thanks so much, Sanju. Thank you so much. അടിപൊളിയായിരുന്നു Thank you. card game ട്ടോ, especially odd and even. Next time I'll be better. Thank you. Thanks so much for coming, Sanju. Lovely. Thank It was you so lovely, much. Lovely talking to you. Thank you. Thank you. More than that, I think thanks for inviting us, and thanks for creating that ambience, and it's very easy to communicate to a person if you connect to that level, and thanks for connecting. Thank you. And Thank you. അടുത്ത തവണ ചാരു വേണം കേട്ടോ. ചാരു ഓക്കെ, അത് കുറച്ച് പാടാണ്, നോക്കാം. Thank you. Lively. Thank you so much.